السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ചിന്താഗതിക്കാരായിട്ടുള്ള സഹൃദയരെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ നമുക്ക് ഒരു ജീവിതം നൽകി. ആ നാഥൻ തന്നെ നമ്മുടെ സമ്മതമില്ലാതെ, നമ്മുടെ താല്പര്യങ്ങളില്ലാതെ, അവന്റെ അലംഘനീയമായ വിധിയനുസരിച്ച് ഒരു ദിവസം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. സ്വാഭാവികമായും മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ഗൗരവമായി വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിന്റെ ഏത് നിമിഷവും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കാതലായ ഈ വിഷയത്തിലെ വശം. എന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്നും എനിക്ക് അല്ലാഹു നൽകിയ ആയുസ് അവസാനിച്ച് പള്ളിക്കാട്ടിലേക്കുള്ള യാത്ര തിരിക്കുമ്പോ അവിടെ അല്ലാഹു നിശ്ചയിച്ച ഒരു നിശ്ചിത കാലയളവ് ഖബറിൽ ജീവിക്കുകയും ശേഷം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം അവന്റെ സന്നിധാനത്തേക്ക് ഹാജരാക്കപ്പെടുകയും അവിടെ വിചാരണയെ നേരിടുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും അവർക്ക് പാഴാക്കാൻ സാധ്യമല്ല എന്നുള്ള ഗൗരവകരമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കാതെ അല്ലാഹു പഠിപ്പിച്ച ദീൻ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കാലഘട്ടത്തിന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് ശീലിച്ച പാരമ്പര്യമുള്ള ഇസ്ലാഹി പ്രസ്ഥാനം മനുഷ്യ സമൂഹത്തിന് ഇഹലോകത്തും പരലോകത്തും നന്മയായി ഭവിക്കുന്ന കാര്യങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആളുകളെ നോക്കാതെ, ശുപാർശ നോക്കാതെ,
ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് പരിഗണിക്കാതെ കൃത്യമായി വിശദീകരിച്ചു പോരുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തോട് ശക്തമായ വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആദർശം കൊണ്ട് നേരിടാൻ സാധിക്കില്ലെന്ന് ബോധ്യമുള്ളവരാണ് മുജാഹിദ് പ്രസ്ഥാനം ഒഴികെയുള്ള മറ്റെല്ലാ സംഘടനകളും എന്നത് വളരെ വ്യക്തമായി ഈ കാലഘട്ടത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വ്യക്തികളുടെയോ സംഘടനകളുടെയോ സംഘടനാ നേതൃത്വത്തിന്റെയോ താൽപര്യങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മറിച്ച് അള്ളാഹു ഖുർആനിലൂടെ എന്ത് പഠിപ്പിക്കുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ എന്ത് പഠിപ്പിക്കുന്നു, ഈ രണ്ട് കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ സംബോധിത സമൂഹമായ സഹാബികൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അവരെങ്ങനെ ഉൾക്കൊണ്ടു. വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, ആചാരരംഗത്ത്, വൈയക്തികമായ രംഗങ്ങളിൽ, കൗടംബികമായ രംഗങ്ങളിൽ, കച്ചവട വ്യവഹാര രംഗങ്ങളിൽ, രാഷ്ട്രീയമായ മേഖലകളിൽ എന്നുവേണ്ട മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും അള്ളാഹുവിന്റെ ഖുർആനിന്റെ നിർദ്ദേശം പാലിക്കണമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവബഹുലമായ ജീവിതമായിരിക്കണം നിങ്ങളുടെ മാതൃകയെന്നും ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് കലവറയില്ലാതെ അവതരിപ്പിക്കും. അതുകൊണ്ട് പുത്തൻപള്ളി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വഴിതെറ്റുന്നു ജനത, വഴികാട്ടുന്നു ഇസ്ലാം എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ട് വിശ്വാസരംഗത്തെ വ്യതിയാനങ്ങളെയും ആചാരരംഗത്തെ വ്യതിയാനങ്ങളെയും സ്വഭാവ സംസ്കാര രംഗങ്ങളിലെ വ്യതിയാനങ്ങളെയും അങ്ങനെ മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളെ നീക്കുപോക്കില്ലാത്ത പ്രമാണങ്ങൾ കൊണ്ട് നേരിടുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും ചെയ്തു പോന്നിട്ടുള്ളത്. ആമുഖം എന്ന നിലയിൽ എന്റെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇത് വൈയക്തികമായ ഒരു താല്പര്യത്തിന്റെയോ കൗടംബികമായ ഒരു താല്പര്യത്തിന്റെയോ പ്രാസ്ഥാനികമായ ഒരു താല്പര്യത്തിന്റെയോ വിഷയാവതരണമല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് എന്റെ നാഥൻ അവതരിപ്പിച്ച കിതാബിലൂടെ, ആ നാഥന്റെ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് ചർച്ചയ്ക്ക് ഇട്ടുകൊടുക്കുക എന്നതാണ് ഈ വിഷയാവതരണത്തിന്റെ കാതലായി വരുന്ന കാര്യം. നാട് നന്നാവണം, സമൂഹം നന്നാവണം, സമൂഹത്തിന് വെളിച്ചമുണ്ടാകണം, ജനങ്ങൾ സത്യത്തിലേക്ക് വരണം, ജനങ്ങൾ ദീനനുസരിച്ച് ജീവിക്കണം, അവരുടെ പരലോകം ശാശ്വതമായ വിജയമായി തീരാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു കൊടുക്കണമെന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും വെച്ചു പുലർത്തിയിട്ടുള്ള താല്പര്യം. അതുകൊണ്ട് ജനങ്ങളോട് ജനങ്ങളെ നരകമുണ്ട് എന്ന് പഠിപ്പിക്കുക, അതോടൊപ്പം സ്വർഗവും ആ നരകവും സ്വർഗവും അവിടെ ഈ രണ്ട് രംഗങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആളുകളുണ്ടെന്നും സ്വർഗസ്ഥരായ ആളുകളുടെ പാത സ്വീകരിക്കണമെന്നും നരകത്തിൽ നിന്ന് മോചനം നേടണമെന്നും ജനങ്ങളോട് പറയാനാണ് ലോകത്ത് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. പ്രവാചകന്മാരെ അള്ളാഹു അയക്കുന്നത് തന്നെ എന്തിനാണ്? ജനങ്ങൾ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥമായ വഴി കാണിക്കാനാണ് പ്രവാചകന്മാർ ലോകത്ത് വരുന്നത്. ഈ യാഥാർത്ഥ്യമാണ് ആദം അലൈഹിസ്സലാമിനെ സ്വർഗലോകത്തു നിന്ന് ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ള ഗംഭീരമായ ശൈലി എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിക്കുക, സഹാബികളുടെ പ്രവാചക തിരുമേനിയുടെ ഹദീസുകൾ ഉദ്ധരിക്കുക, സഹാബികളുടെ വർത്തമാനങ്ങൾ ഉദ്ധരിക്കുക, എന്നിട്ട് ആ തെളിവിലേക്ക് ആളുകളെ ക്ഷണിക്കുക, നാട്ടാചാരവുമായി ഖുർആനിനെ കമ്പയർ ചെയ്യുക, വിശ്വാസരംഗത്തെ ജീർണതകളെ ഖുർആനുമായി താരതമ്യം ചെയ്യുക, മാലപ്പാട്ടിൽ സംഭവിക്കുന്ന ഒരു ശിർക്കിനെ ഖുർആനിന്റെ ഒരു ആയത്ത് കൊണ്ട് ഖണ്ഡിക്കുക, പ്രവാചക തിരുമേനിയുടെ വചനങ്ങൾക്കെതിരെ വന്ന ബിദ്അത്തുകളെ ആ ഹദീസുകൾ ഉദ്ധരിച്ച് ഇത് ബിദ്അത്താണ് എന്ന് സ്ഥാപിക്കുക. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം മൊത്തത്തിൽ സ്വീകരിച്ചു പോന്നിട്ടുള്ള മാനദണ്ഡം. അവിടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ഒരായത്തുണ്ട്. അതെന്താണ്? ഖുൽ അഹ്ബിതു മിൻഹാ ജമിയാ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം, ആ മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ
ആ മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായം സൂറത്ത് ബഖറ 38-ാമത്തെ വാചകത്തിൽ പറയുന്നത്, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ആ മാർഗദർശനം അനുസരിച്ച് ആർ ജീവിക്കുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് അല്ലാഹു പറയുന്നത്. ആയത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് അല്ലാഹുവിൽ നിന്നുള്ള മാർഗദർശനം ഏതെങ്കിലും ഒരു നാട്ടുപ്രമാണി പറയുന്നതല്ല, ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നതല്ല, ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിലെ വ്യക്തി പറയുന്നതല്ല, മറിച്ച് അല്ലാഹു ഖുർആനിലൂടെ അവതരിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ അവതരിപ്പിച്ചത്, അതാണ് യഥാർത്ഥത്തിലുള്ള ദീൻ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയും. അതുകൊണ്ട് അല്ലാഹു അവതരിപ്പിച്ച